വർഷക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. നാം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാലും പഴയ വർഷത്തിൽ നമുക്ക് നന്മകളെ ഓർത്തുകൊണ്ട് നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. നന്ദിയല്ലാതെ നമുക്ക് മറ്റൊന്നും പറയുവാനില്ല. ആ സ്തുതിയുടെ ഒരു പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല. നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹപദോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ല. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ, സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിൽ ഉന്നതനേ, സ്തുതി ധനം ബലം നിനക്കേ, സ്തുതികളിൽ ഉന്നതനേ. ൊന്നുമല്ല എന്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണ് ജീവിതം, ആനന്ദം അതിമധുരം, ബലഹീനതയിൽ തികയും ദൈവശക്തിയെന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കൃപയതിമധുരം, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും. രാജാവിന് ജയം പ്രാപിപ്പാൻ സാധ്യമല്ലേ, വ്യർത്ഥമായി കുതിരയല്ല, വ്യർത്ഥമല്ല പ്രാർത്ഥനകൾ, നിന്നിൽ പ്രത്യാശ വയ്പ്പവർ ദയയെന്നും നിശ്ചയമേ,
യേശുവേ വരവതിനാ കാത്തു കാത്തു ഞാൻ പാർത്തിടുന്നേ. ജയം ജയമേശുവിനെ, ജയം ജയം കർത്താവിനെ, ജയം ജയം രക്ഷകനെ. ഹല്ലേലൂയ ജയമെന്നുമേ, ജയം ജയം രക്ഷകനെ. ഹല്ലേലൂയ ജയമെന്നുമേ. നീയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ, കൃപയല്ലാതൊന്നുമല്ല എന്റെ വീടെടുപ്പിൻ കാരണം. യേശുവേ നിൻ വരവതിനായി കാത്തു കാത്തു ഞാൻ പാർത്തിടുന്നേ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. അത് കാത്തിരിക്കാം. നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് ഉയരട്ടെ. കൃപയാണ് നമ്മളെ വീണ്ടെടുത്തത്. ഈ 2026 ഒരു ഭയമില്ലാതെ നമുക്ക് ഓടുവാൻ നമുക്കിടയാക്കട്ടെ. ദൈവം നമ്മുടെ ഭയത്തെ മാറ്റുവാനാണ്. അതെ, പിന്നെയും ഭയപ്പെടേണ്ടതിന് പുത്രത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവിനില്ല, അബ്ബാപിതാവെന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. ദാസ്യത്തിൻ്റെ ആത്മാവിനെ മാറ്റി പുത്രത്തിൻ്റെ ആത്മാവിനെ തന്ന കർത്താവിനെ നമുക്ക് ഭയമില്ലാതെ ഒരു പാട്ടുകൂടി പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താൻ കരങ്ങളില. നിരാശയിനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയില്ലാത്ത കരങ്ങളില. നിരാശയിൽ എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഭയം മാറിടട്ടെ, ശത്രുഭീതി എല്ലാം നീടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതി എല്ലാം നീടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനാ. യാഹേ അങ്ങെന്നും ദൈവം, തലമുറ തലമുറയാ.
യാഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയാ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീടട്ടെ. ജയാളിയായ രോഗിക്കു വൈദ്യൻ സർവശക്തൻ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ സർവശക്തൻ രക്ഷയല്ലോ. യാഹേ അങ്ങനെന്നുമൻ ദൈവം തലമുറ തലമുറയാ. ഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ. ഹല്ലേലൂയ. നമ്മുടെ ഭയങ്ങൾ മാറിപ്പോട്ടെ. നമുക്ക് ആത്മാവിൽ ബലപ്പെട്ട് നമ്മുടെ വിശ്വാസ ജീവിതം ജയത്തോടെ. ഈ നല്ല ദിവസത്തിനായി ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം എല്ലാവരെയും സൂക്ഷിച്ചു. ഈ പുതുവർഷവും ദൈവം എല്ലാവരെയും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനുഭവ സാക്ഷ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളത് പെരുമ്പാവൂർ നിന്ന് പ്രിയ സിസ്റ്റർ അനിത സന്നിയാണ്. ജീവിതത്തിൽ പല കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിലും പ്രിയദാസിയുടെ ജീവിത പങ്കാളി ചില നാളുകൾക്ക് മുമ്പേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും എങ്കിലും കർത്താവിൻ്റെ വേലയിൽ വളരെ പ്രയോജനം ആയിട്ട് കടന്നു പോകുന്നു. ഇനിയുള്ള സമയം നമുക്ക് സിസ്റ്റർ അനിത സന്നിയുടെ സാക്ഷ്യം കേൾക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് കൂട്ടായ്മയിലേക്ക് സൂമിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസൻ മാത്യു ഉമ്മൻ അങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിങ്കൽ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലേക്കുപരിയായി സ്വർഗത്തിലെ ദൈവം ഈ പുതുവർഷത്തിൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് കൂട്ടായ്മയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എൻ്റെ പേര് നിങ്ങൾ സ്തോത്രം പറഞ്ഞതുപോലെ തന്നെ സനിത സണ്ണി എന്നാണ്. ഞാൻ പെരുമ്പാവൂരാണ് താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നത്. ദൈവസന്നിധിയിൽ കർത്താവ്
ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ കർത്താവ് ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു കഷ്ടതകളുടെ നടുവിലും മാറ്റി വെക്കാൻ പറ്റുന്നതൊന്നല്ല. ജീവിതത്തിലെ കഷ്ടതകൾ ഒന്നും പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ ഒന്നും മാറ്റി വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ പാടുള്ളതല്ല. കൃപയാൽ ദൈവം എന്നെ ചില വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ തേജോമയനായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് പരിചയപ്പെടുത്തിയ ബഹുമാന്യ ലിൻഡ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യവും കൃപയും ആന്റിയുമായുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ അധികമുണ്ട്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതുവർഷത്തിൽ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ ചില അത്ഭുതകരമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ സർവശക്തനായ ദൈവം എന്നെ നടത്തി. അതുകൊണ്ട് ഞാൻ കർത്താവിന് ഈ പുതുവർഷത്തിൽ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ സാക്ഷ്യത്തിലേക്ക് എന്നെ നടത്തുന്നതായ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തിരുവചനം വായിച്ചുകൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 33-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു: മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സൂമിനെയും ഇതിനകത്ത് ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കർത്താവെ ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേകർക്കൊരാശ്വാസമായി തീരുവാൻ ഇടയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ആദിയോടൊന്ന് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനം പോലെ മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ 17-ാമത്തെ വയസ്സിൽ തന്നെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ പിതാവാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതിന് ഒരു വർഷം മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും വിശ്വാസത്തിലേക്ക് വന്നു. അതിന്റെ ശേഷം കൃപയാൽ എനിക്കും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെയും സഹായിച്ചു. ദൈവത്തിന്റെ പ്രത്യേക വിളി എൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രുചിച്ചറിയുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. എന്നെ വിവാഹം ചെയ്തത് കത്തോലിക്ക കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവദാസനാണ് എന്നെ വിവാഹം കഴിച്ചത്. ആ വിവാഹം കഴിച്ചു, 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോകുന്നതിന്റെ മധ്യത്തിൽ എൻ്റെ ഇളയ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള സമയത്ത് എനിക്ക് ക്യാൻസർ എന്ന രോഗം വരുവാൻ ഇടയായി തീർന്നു. ആ രോഗത്തോടുള്ള ബന്ധത്തിൽ വളരെ അധികം കഷ്ടതകൾ സഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ രോഗം വരുന്നതിന് മുമ്പുള്ള ചില ദൈവിക അരുളപ്പാടുകളിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു, വിവാഹം കഴിഞ്ഞു, ജീവിതത്തിൽ കുറെ നാളുകൾ മുന്നോട്ട് കടന്നുപോയി. അതിനുശേഷം കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സകല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുമെന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇങ്ങനെ പറയുന്നു: ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, മനസ്സുള്ളവർക്ക് സകലവിധ ഉപദ്രവങ്ങളും. അപ്പോൾ എനിക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക്, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ തന്നെ വളരെ ഭക്തിയോടുകൂടെ ജീവിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക്
ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം ഞങ്ങൾ ആയിരുന്ന സാഹചര്യത്തിൽ ഭക്തിയോടുകൂടെ ഞങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം വളരെ ഭംഗിയോടെ കടന്നു പോകുന്നവരായതുകൊണ്ട് സത്യദൈവ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ വളരെയധികം കുറച്ചുകൂടെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള പരിശോധനകളാണ് എന്നെ തേടി വന്നത്. എന്നാൽ ഓരോ പരിശോധനകളുടെ നടുവിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് അരുളപ്പാടുകൾ, ആലോചനകൾ തന്ന് എന്നെ നടത്തുമായിരുന്നു. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കഷ്ടതകളുടെ തീച്ചൂളകൾ ഓരോന്നോരോന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കടന്നു വന്നതായ ഒരു പരിശോധന. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ പിന്മാറ്റത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ കർത്താവിനെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോകുന്ന ഒരു വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം ഭയങ്കര കഷ്ടതയാണ്. കാരണം ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു ഭവനത്തിൽ താമസിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്ക് ജീവിതത്തിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, കർത്താവെ, പിന്മാറ്റത്തിൽ പോയിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ എനിക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഒത്തിരി പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ പരിശോധനകളുടെ മധ്യേ ദാരിദ്ര്യത്തിന്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. കാരണം അദ്ദേഹം പിന്മാറ്റത്തിന്റെ എല്ലാ ഒരു വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ ഞാനൊരു വീട്ടുജോലിക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വീട്ടുജോലിക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും സഭയിൽ നടക്കുന്ന പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒന്നും മുടക്കം വരാതെ ഞാൻ കടന്നു പോക പതിവായിരുന്നു. കഷ്ടതയാണെങ്കിലും പ്രയാസമാണെങ്കിലും കൂട്ടായ്മകൾ മുടക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. മാത്രമല്ല, എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് കൂട്ടായ്മയുടെ മധ്യത്തിലായിരുന്നു. ആലയത്തിൽ കടന്നുപോയി ഒരു ഹന്നയെ പോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹന്നയെ പോലെ കരയുന്ന നമ്മുടെ അനിത സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ പ്രാർത്ഥന എന്നെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ, കാറ്റുകളും തിരമാലകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മുന്നോട്ട് കടന്നു പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ സമയത്ത് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിന്റെ ദാസൻ ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്നു. എങ്കിലും അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ അധികം എന്നെ ധൈര്യപ്പെടുത്തി. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടുജോലിക്കായി കടന്നുപോയി. പ്രതിസന്ധികളുടെ നടുവിൽ കുഞ്ഞുങ്ങളുമായുള്ള ജീവിതത്തിൽ എങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകണമെന്നറിയാതെ ഭാരത്തോടെ കണ്ണുനീര്, എപ്പോഴും പ്രാർത്ഥനയാണ്, എപ്പോഴും പാട്ടുപാടി നടക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ദാവീദിനെ പോലെ എപ്പോഴും പാട്ടുപാടും, എപ്പോഴും കരയും, എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, എന്നിലും പ്രത്യാശ വെക്കുക. എനിക്ക് ഈ വചനത്തിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല. എങ്കിലും എൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഞാൻ ഒരു വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു അല്പം സാമ്പത്തികം ആവശ്യമാണ്. കാരണം ഞാൻ ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ മേടിക്കാവുന്നതിലധികം കടം മുഴുവനും ഞാൻ അവിടുന്ന് മുന്നമേ മേടിച്ച് വീട്ടിലെ അത്യാവശ്യങ്ങൾക്കായി ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ അതിന്റെ മധ്യേ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി കടം മേടിക്കുകയില്ല എന്നൊരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുവാനിടയായി. കാരണം ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പ്രസംഗിക്കും, നാം കടം മേടിക്കുന്നവരായിട്ടല്ല, നാം കടം കൊടുക്കുന്നവരായി തീരണം. അപ്പോൾ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ അതെന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ദൈവദാസൻ പറയും, കേൾക്കുന്ന വചനം അത് ജീവിതത്തിൽ അനുസരിക്കണം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണെന്ന് ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ വചനത്തിനകത്തുകൂടെ ഓരോ ദിവസവും കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ ഒരു ദിവസം എനിക്ക് അല്പം പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിന്റെ 2-3-4 ദിവസം മുമ്പ് ഞാൻ തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും കടം മേടിക്കുകയില്ല. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാൻ ഇനി കടം മേടിക്കത്തില്ലെന്ന് തീരുമാനിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ദൈവം എന്നോട് സംസാരിച്ചു, ഏലിയാവിന്റെ ദൈവം നിന്റെ ദൈവം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതെ, ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം. ഞാൻ ആ വീടിന്റെ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു വശത്തെ എന്നിലെ മനുഷ്യന്റെ ആത്മാവ് പറയും, നീ കടം ചോദിക്കുക, അല്ലാതെ ഇന്ന് എങ്ങനെ കാര്യങ്ങൾ നടക്കും? അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ തീരുമാനമെടുത്തു. രാവിലെ അന്നും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ച്
ഞരങ്ങുന്നത് എന്ത്? ഞാൻ അല്പം സാമ്പത്തികത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഭാരപ്പെടുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചു, ഇല്ല, കടം ആയിട്ടല്ല കടം കൊടുക്കുന്നവളാക്കി തീർക്കുമെന്നുള്ള ആ വചനം ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാൻ ആ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പസമയം വളരെ അധികം ഒരുപാട് ചെടികൾ ആ മുറ്റത്ത് നനയ്ക്കുവാനുണ്ട്. ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാട്ടുപാടി, ഏലിയാവിൻ ദൈവം എന്റെയും ദൈവം, ഏതു നാളിലും എന്റെ കൂടെ വന്നിടും, ക്ഷാമമേറിയാലും ക്ഷേമമേറിയാലും സ്നേഹമായിട്ട് എന്നെ പോറ്റുന്ന ദൈവം, ക്ഷേമമോടെ എന്നെ പോറ്റുന്ന ദൈവം. ഈ പാട്ട് പാടിക്കൊണ്ട് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ തലയിൽ ഒരു സാധനം വന്ന് വീഴുന്നത് ഞാൻ എൻ്റെ തലയിലേക്ക് ഒരു സാധനം വന്ന് ഇങ്ങനെ വീണ വഴിയിൽ ഞാൻ ഇങ്ങനെ തട്ടി ഈ തട്ടിയ ആ തട്ടുന്ന പെട്ടെന്ന് ഇങ്ങനെ തട്ടിയപ്പോൾ ഈ തലയിൽ വീണ സാധനം ദൂരെ തെറിച്ചു പോയി വീണു. ഞാൻ ആ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓസ് അവിടെ ഇട്ടിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ ദൈവമക്കളെ, ഈ വർഷത്തിന്റെ ആരംഭത്തിങ്കൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി പറയുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാനത് എപ്പോഴും ഓർക്കുന്ന, എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ദൈവം ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണിയാണ് അത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയിൽ വീണ ഈ കനമുള്ള സാധനം എന്തെന്നറിയാൻ ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് 2-3 ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തിന് ഉത്തരം മാത്രമല്ല, എൻ്റെ ഈ തലയിൽ ഇത് വീണപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ നോക്കി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഓടിച്ചെന്നെടുത്തപ്പോൾ നനഞ്ഞ നോട്ട് മടക്കി അതവിടെ ആ പുല്ലിൽ വീണ് കിടക്കുന്നത് കണ്ടു. ഞാൻ ആ പൈസ എടുത്തിട്ട് ഞാനത് മെല്ലെ നിവർത്തി നോക്കി. കാരണം മുഴുവൻ നനഞ്ഞിരിക്കുന്നതായ ആ പൈസ അത് കീറിപ്പോകാതിരിക്കുവാൻ അത് പയ്യെ വിടർത്തിയപ്പോൾ ഞാനത് തുകയൊന്നും പറയുന്നില്ല. ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത് എത്രയാണോ അത്രയും പൈസ, ആ നനഞ്ഞ കീറിയ നോട്ട് ഞാനത് കയ്യിലെടുത്തു വെച്ചുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിന്നുകൊണ്ട് ഞാൻ തുള്ളിച്ചാടി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. തിരുവെഴുത്തിൽ ഇങ്ങനെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവകുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ സൂമിൽ കയറിയിരിക്കുന്നവരോട് സാക്ഷ്യമാണെങ്കിലും അതിനകത്ത് ഞാൻ ഒരു ശുശ്രൂഷക്കൊരു കാര്യം കൂടി ആയതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു ശബ്ദം കയറി വരുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുതേ. അപ്പോൾ ആ പൈസ എടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ അവിടെ നിന്ന് ആരാധിച്ചു. എഫേസ്യ ലേഖനം 3:20 ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഞാൻ ചോദിച്ചതിനേക്കാൾ അധികം പൈസ അതിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹല്ലേലൂയ അവിടെ പുഴ ഒഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആരെങ്കിലും കുളിക്കാൻ നേരത്ത് കൊണ്ടുവച്ചതായിരിക്കാം, എന്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആവശ്യത്തിനായി ആ പണം എൻ്റെ കയ്യിൽ ലഭിച്ചു. ഞാൻ അതിന്റെ ദശാംശം ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ആലയത്തിൽ, അന്ന് വൈകിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ചർച്ചിൽ കൂട്ടായ്മയുണ്ട്. പുതിയൊരു സഭയാണ്. ആ സഭയിൽ 150-150ഓളം പേര് കൂടി വരുന്നുണ്ട്. ആ സഭയിൽ എല്ലാ വെള്ളിയാഴ്ചയും കൂട്ടായ്മയുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടിത്തറ കൂട്ടായ്മകൾ മുടക്കാതെ കൂട്ടായ്മകളിൽ കടന്നു പോകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. എത്ര 3 ബസ് മാറി കയറി വേണം ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ആ കാലഘട്ടത്തിൽ. എന്നാൽ ഞാൻ ഒരു മടിയും കൂടാതെ എൻ്റെ 2 കുഞ്ഞുങ്ങളുമായി, അത് ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയോ ഒന്നുമില്ല, നടന്ന് ഒരു കുഞ്ഞിനെ എളിയിലും വെക്കും, ഒരു കുഞ്ഞിനെ കയ്യിലും പിടിച്ചുകൊണ്ട് ഓടും കൂട്ടായ്മയിലേക്ക്. ആ കൂട്ടായ്മയിൽ ഞാൻ അന്ന് വൈകിട്ട് കടന്നു ചെന്ന് എൻ്റെ ദൈവദാസനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഞാൻ ആ പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ദശാംശവും ദൈവദാസന്റെ കയ്യിൽ കൊടുത്തു. ദൈവദാസന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഏലിയാവിന്റെ അടുക്കലേക്ക് ദൈവം കരീത്ത് തോട്ടിലേക്ക് കാക്കയെ അയച്ചതുപോലെ അനിത സിസ്റ്ററെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കാക്കയെ അയച്ചതാണ്. അതെന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു ഭയങ്കര സ്റ്റെപ്പായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട്, ഓരോ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിലും എൻ്റെ ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ
വിശ്വാസത്തിൽ ആ പരിശോധനകളുടെ നടുവിൽ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും തിരുവഴുത്തിൽ ഇങ്ങനെ പറയും, മനസ്സോടെയല്ലല്ലോ ഓരോ കഷ്ടതകൾ, നിന്ദകൾ, അപമാനങ്ങൾ എല്ലാം കടന്നു വരുമ്പോഴും, കഷ്ടതയുടെ മുന്നിൽ കൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ മുന്നിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു പോകുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ, രോഗങ്ങൾ, പിന്മാറ്റക്കാരനായിരിക്കുന്ന ഭർത്താവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ സഭയിൽ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, ഹല്ലേലൂയ, 1993 കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഗോതമ്പ് മണി അങ്ങനെ തന്നെ ഇരിക്കും, ചാകുന്നുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ തലയിൽ കൈവച്ച് ഇങ്ങനെ പറഞ്ഞു, പ്രിയ സിസ്റ്ററെ, നിങ്ങളെ ഒരു ഗോതമ്പ് മണി പോലെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. കാരണം അനേക ഫലം കായ്ക്കുവാൻ, നിങ്ങളിലൂടെ അനേകർ ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ഒരു ഗോതമ്പ് മണിയെ പോലെ നിങ്ങൾ ഒന്ന് അഴുകേണ്ടത്, ഒന്ന് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടാണ് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ ദൈവദാസൻ ഇങ്ങനെ പറയും, ഞങ്ങളുടെ സഭയിൽ ആ കാലഘട്ടത്തിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് 1988-89 കാലഘട്ടത്തിൽ ഞാൻ മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഹിന്ദുവായിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ സഭയിൽ വന്നത്. അതിനുശേഷം ഒരുപാട് സഹോദരങ്ങള് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒത്തിരി പേര് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും വചനം പ്രസംഗിക്കുമ്പോഴും ഹല്ലേലൂയ, PV ആശാരി, അതുപോലെ കല്ലുമല കുഞ്ഞുമോനച്ചായൻ, അതുപോലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാര്, മേരി കോവൂര്, അന്നാഖണ്ഡത്തിൽ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ദാസിമാര്, സുരേഷ് ബാബു, പാസ്റ്റർ നോബിൾ പി തോമസ്, ഇങ്ങനെയുള്ള അനേക അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാര് ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വരും. കൺവെൻഷനുകൾ നടക്കും, ഉപവാസ പ്രാർത്ഥനകൾ നടക്കും. ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ഈ കൂട്ടായ്മയുടെ മുൻപിൽ പോയി ഞാൻ കരയും, ദൈവത്തോട് കരയും. വരുന്നവരെല്ലാം എന്നെ നോക്കി അരുളപ്പാടുകൾ അറിയിക്കും, വാഗ്ദത്തങ്ങൾ അറിയിക്കും. അപ്പോൾ ഞാൻ ഈ ദൂത് ഏറ്റെടുത്തു. യോഹന്നാൻ 12:24, കർത്താവേ, ദൂതിന്റെ ഭാരമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു ഗോതമ്പ് മണിയായി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ കൊടുത്തു. ദൈവമക്കളെ, ചില മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ എന്ന രോഗത്തിലൂടെ ഞാൻ 3.5 വർഷം കടന്നുപോയി. അതൊന്നും ഞാൻ ഈ സമയത്ത് പറയുവാൻ എൻ്റെ മുൻപിൽ എനിക്ക് സമയമില്ല. എങ്കിലും ആ 3.5 വർഷം തീച്ചൂളയുടെ അനുഭവങ്ങൾ, 2 കുഞ്ഞുങ്ങളുമായി, പിന്മാറ്റക്കാരനായ ഒരു ഭർത്താവുമായി, അതിൽ സാമ്പത്തികമില്ലാതെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കീമോയ്ക്കും ഒരുപാട് സാമ്പത്തികം ആവശ്യമാണ്. എന്നാൽ അതിനൊന്നും നിവൃത്തിയില്ലാതെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ കരം എനിക്ക് വേണ്ടി ഓരോ വ്യക്തികളിലൂടെയും, ഞങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ സഭ, പ്രാർത്ഥിക്കുന്ന ദൈവസഭ, തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അങ്ങനെ എൻ്റെ സഭ എനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, എന്നെ സഹായിക്കുന്നവരെ ദൈവം പലയിടങ്ങളിൽ എഴുന്നേൽപ്പിച്ചു. 3.5 വർഷത്തെ ചികിത്സ, അത് ഒരുപാട് കാഠിന്യമേറിയ പരിശോധന എന്ന് പറഞ്ഞാൽ, 2 കുഞ്ഞുങ്ങൾ, പിന്മാറ്റത്തിന്റെ അവസ്ഥയുള്ള ഭവനം, പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വേദനയുടെ അനുഭവങ്ങൾ, രാവും പകലും തോരാത്ത കണ്ണുനീര്, ഇതെല്ലാം വരുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വചനമുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുവാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ വന്ന ഒരു അനുഭവമായിരിക്കും എന്നൊക്കെ ആദ്യ സമയങ്ങളിൽ ഞാൻ വിചാരിക്കാനിടയായി. എന്നാൽ ക്യാൻസറിന്റെ ആ വേദനയുടെ ഒരുപാട് തലങ്ങളിലേക്ക് കയറിയപ്പോൾ എനിക്ക് സഹിക്കവയ്യാത്ത വേദനകൾ, വീടിന്റെ ബുദ്ധിമുട്ടുകൾ, എന്നെ ശുശ്രൂഷിക്കുന്നവരുടെ കരങ്ങളൊക്കെയും കുഴയുന്ന അവസ്ഥകൾ, 1 വർഷം 2 വർഷം 3 വർഷം ഒക്കെ ആകുമ്പോഴേക്കും എന്നെ നോക്കുന്നവരും എന്നെ സഹായിക്കുന്നവരും എന്റെ മാതാപിതാക്കളെ ഈ സമയത്ത് എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും, ആ സമയത്ത് എൻ്റെ പിതാവും മാതാവും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവര്, അവരെ ദൈവത്തിന്റെ ആത്മാവ് ആ കാലഘട്ടത്തിൽ നിന്ന് ശുശ്രൂഷയുടെ നിലവാരത്തിലേക്ക് മാറ്റി. എൻ്റെ പിതാവ് ഇന്നും IPC-യിലെ ഒരു ശുശ്രൂഷകനായി ഒരു വർഷമായി, ഇപ്പോൾ 83 വയസ്സുണ്ട്. അദ്ദേഹം ശരീരത്തിന് അസ്വസ്ഥതകൾ ഉള്ളത് നിമിത്തം അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുത്തിരിക്കുന്നു. എങ്കിലും ഈ ആണ്ടർതി മീറ്റിംഗില് അദ്ദേഹം ചർച്ചിലെ ആണ്ടർതി യോഗം നടത്തുവാൻ ദൈവം എൻ്റെ പിതാവിനെയും മാതാവിനെയും സഹായിച്ചു. ആ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങളൊക്കെയും കുഴഞ്ഞു പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ മധ്യത്തിൽ. അവിടെ എല്ലാം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങൾ കുഴഞ്ഞു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. നമ്മെ സഹായിക്കുന്നവരുടെ കരങ്ങൾ മാറിപ്പോകാം, പ്രാർത്ഥിക്കുന്നവർ അവർ മടുത്തു പോകാം, എന്നാൽ അവർ സഹായിക്കുന്നവരും മടുത്തു പോകാം. 3.5 വർഷമൊക്കെ ആയപ്പോഴേക്കും എന്നെ സഹായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ മടുത്തു. അവസാനം എല്ലാവരും കർത്താവിൽ വിശ്രമിക്കുന്ന ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ആത്മീയ മകൻ, ആ മകൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പലരും പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ ദൈവമേ പ്രാണനെ ഒന്ന് എടുക്കണമേ. ഞാനും പ്രാർത്ഥിച്ചു, മതി കർത്താവേ പ്രാണനെ ഒന്ന് എടുക്കണമേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്ക വയ്യാത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശയോടെ പറഞ്ഞു, ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ആ പൈതലും ആ വേദനയുടെ അവസ്ഥയിൽ കിടക്കുമ്പോൾ താനും പറഞ്ഞു പ്രത്യാശയോടെ, മറ്റാർക്കും ഭാരമില്ലാതെ പ്രത്യാശയോടെ ആ രോഗത്തെ കണ്ടതുപോലെ എനിക്കും അങ്ങനെ തന്നെ. കാരണം ഇന്ന് മരിച്ചാൽ ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുണ്ടെങ്കിലും പിന്മാറ്റക്കാരനായിരിക്കുന്ന ഭർത്താവ് ഇതുവരെയും വിശ്വാസത്തിൽ വന്നില്ലല്ലോ എന്നുള്ള വേദന ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ഞാനാകുന്ന ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവ് പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കഷ്ടതയുടെ മധ്യത്തിലും തിരുവെഴുത്ത് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് എൻ്റെ ദൈവത്തിന്റെ വചനം എന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞു. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എന്നെ 8 മാസത്തെ അവധി പറഞ്ഞ് എന്നെ എൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. ആ സമയത്ത് എൻ്റെ പിതാവ് ദൈവത്തോട് ചോദിച്ചു, ഈ ദീനം മരണത്തിനായിട്ടുള്ളതാണോ ദൈവമേ? ഞങ്ങളിൽ ആര് ചെയ്ത പാപമാണ് ഇങ്ങനെ ഈ ദീനം വരുവാൻ, എൻ്റെ കുഞ്ഞിന് ഈ രോഗം വരുവാൻ കാരണമെന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ അച്ഛനും അമ്മയും സഭയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പിതാവിനോട് പറഞ്ഞു, 3 ദിവസക്കാലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ പിതാവും സഭയും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എലീശ മരിച്ച മകനെ ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞതുപോലെ മരിച്ച് മരണതുല്യമായി കിടക്കുന്ന എൻ്റെ ശരീരം ദൈവസഭ ഏറ്റെടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ചുരുക്കി പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ഇടയായി. ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പലപ്പോഴും സർജറി വേണമെന്ന് പറഞ്ഞ് എൻ്റെ 2 മാറിലും ക്യാൻസർ ആയിരുന്നതിനെ സർജറി ചെയ്യുവാൻ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ശരീരത്തിൽ ഇല്ലാത്തതായിരിക്കുന്ന പ്രമേഹം ആ സമയത്ത് കടന്നു വരും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തിറക്കി. ആ സമയത്തൊക്കെ സഭയും എൻ്റെ വീട്ടുകാരും ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പെണ്ണിന്റെ ശരീരത്ത് കത്തിവെക്കാതെ മടക്കി തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എൻ്റെ സഭ പ്രാർത്ഥിച്ചു, കത്തിവെക്കാതെ എനിക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ എനിക്ക് ദൈവ സൗഖ്യം നൽകുവാൻ. ഇന്ന് ഏതെങ്കിലും രോഗികളായിട്ടിരിക്കുന്നവര് ഈ സൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. തിരുവെഴുത്ത് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിസ്സതയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിങ്ങൾക്ക് വരികയില്ല. തീരുമാനമെടുത്ത് പ്രാർത്ഥന തുടങ്ങി. ഉപവാസ പ്രാർത്ഥന എടുക്കുവാൻ എൻ്റെ അച്ഛനും അമ്മയും സഭയും തീരുമാനിച്ചു. 3-ാം ദിവസം സ്വർഗത്തിലെ ദൈവം തന്റെ വചനം എന്ന വാളയച്ച് എന്നെ സൗഖ്യമാക്കി. ഇതൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഞാൻ ചുരുക്കി പറയുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ അന്ന് 1993-94 കാലഘട്ടങ്ങളൊക്കെയും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വാഗ്ദത്തം സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ കടന്നുപോയി. എന്നെ കുറിച്ച് ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യം, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കഷ്ടത വരുമ്പോൾ ദൈവമക്കളെ ധൈര്യം തള്ളിക്കളയരുത്. 3.5 വർഷം അനുഭവിച്ച ശാരീരിക വേദന, മാനസിക വേദന, മറ്റ് എല്ലാ തരത്തിലുള്ള ഞെരുക്കങ്ങൾ, ഹല്ലേലൂയ നഷ്ടങ്ങൾ, ഹല്ലേലൂയ എല്ലാം അനുഭവിക്കുമ്പോഴും ഹല്ലേലൂയ ഞാൻ ഈ വാഗ്ദത്തം മുറുകെ പിടിച്ചു. കാരണം എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വരിക എന്നുള്ളതും എന്നെ കുറിച്ചുള്ള വാഗ്ദത്തം അനേക ഫലം ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ഒരു ഗോതമ്പുമണിയാണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി. അന്ന് മുതൽ ഓടുന്ന ഓട്ടമാണ് ഇന്ന് വരെയും. എനിക്ക് പിന്നെ ക്യാൻസർ കടന്നു വന്നിട്ടില്ല. 35 വർഷത്തോളം ആകുന്നു. ഹല്ലേലൂയ കർത്താവ് എന്നെ സൗഖ്യത്തോടെ നിർത്തിയിരിക്കുന്നു. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അവർ 2 പേരും വിവാഹം കഴിച്ച് അവർ എറണാകുളത്ത് താമസിക്കുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ കടന്നു പോകുകയാണ്.
ഹല്ലേലൂയ. കർത്താവ് അതിന്റെ ഇടയിൽ 10 വർഷമാണ്. ഈ മാർച്ച് 5-ാം തീയതി വരുമ്പോൾ ഹല്ലേലൂയ ഭർത്താവ് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ 10 വർഷമായിട്ടും കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മധ്യത്തിൽ എനിക്ക് ദൈവം തന്ന ആ സൗഖ്യവുമായി മാത്രമല്ല ദൈവസന്നിധിയിൽ പിന്നെയും കഷ്ടതകൾ ഒരുപാട് കടന്നു വന്ന കഷ്ടതയൊന്നും വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതല്ലെന്ന് റോമാലേഖനം 8:35 വളരെ വ്യക്തമായി പറയുന്നു. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ മരണത്തിനോ ആപത്തിനോ വാളിനോ ഇവയൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ കഴിയത്തില്ലെന്ന് പിന്നെയും എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് ദൈവം ചെയ്ത നന്മ എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം സുരക്ഷിതമാക്കി. അവർക്ക് ദൈവം തലമുറകളെ നൽകി. അവർ രണ്ടുപേരും കൃപയാൽ എറണാകുളത്ത് സന്തോഷത്തോടെ എന്റെ കുഞ്ഞുങ്ങൾ പാർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ പുതുവർഷത്തിൽ വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ 2024 സ്വർഗത്തിലെ ദൈവം എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഹല്ലേലൂയ 7 കിലോമീറ്റർ ചുറ്റളവിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾ താമസമുള്ളതായിരിക്കുന്ന ഒരു ഏരിയയിൽ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഏബൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിലൂടെ ഏബൽ മാർട്ടിൻ സോന എന്ന് പറയുന്ന 2 കുഞ്ഞുങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഭൂതത്താങ്കെട്ടിന് അപ്പുറം ഈ സൂം മീറ്റിംഗിൽ ഉള്ളവർക്ക് ആ സ്ഥലങ്ങൾ അറിയാവുന്നവർ ഒന്ന് സ്തോത്രം ചെയ്യുന്നത് നല്ലതായിരിക്കും. വളരെ അധികം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി കിടക്കുന്ന അനേക ചെറുപ്പക്കാരും വലിയവരും തിങ്ങിപ്പാർക്കുന്ന ഹല്ലേലൂയ ഒരു ഏരിയയിൽ റോക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അങ്ങോട്ടേക്ക് ദൈവം അവിടെ പാർക്കുന്ന ഏബൽ മാർട്ടിൻ എന്ന് പറയുന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഹല്ലേലൂയ ഊളംപാറയിൽ നിന്നും അവന് കഞ്ചാവ് വലിച്ച് സുബോധം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അവനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം കൊണ്ട് ഏകദേശം 7 ജില്ലകളിൽ മാനസിക വിഭ്രാന്തി കൂടി അവനെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടും പല ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, പാലായിലുള്ള ഹോസ്പിറ്റൽ, അതുപോലെ അവസാനം പല തൃശ്ശൂര് പടിഞ്ഞാറേക്കോട്ട ഇവിടെയെല്ലാം അഡ്മിറ്റായ ഈ കുട്ടിയെ ഉളംപാറയിലേക്ക് അധികം അവനെ അത്യാഹിത മണ്ഡലത്തിൽ അവനെ ആംബുലൻസിൽ കൊണ്ടുപോയി. എന്നാൽ അവിടെ നിന്നും അവന് സൗഖ്യം കിട്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവ് ആരോ അവർക്ക് കൈമാറ്റം ചെയ്തു. അന്നക്കുട്ടി എന്ന് പറയുന്ന ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസി എന്നെ കുറിച്ച് അവരുടെ അടുക്കൽ പറയുകയും അങ്ങനെ അവര് ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത് ചാലക്കുടിക്കടുത്ത് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഹല്ലേലൂയ എന്റെ അഡ്രസ്സിൽ ചാലക്കുടി എന്ന് പേര് വെച്ചപ്പോൾ എന്റെ മക്കളൊക്കെ പറഞ്ഞു, അമ്മ ഇപ്പോൾ താമസിക്കുന്ന പെരുമ്പാവൂരല്ലേ, എന്താ പിന്നെ ചാലക്കുടി? ഞാൻ പറഞ്ഞു, മോനെ ചാലക്കുടിയിൽ നമ്മൾ ഒത്തിരി കഷ്ടത അനുഭവിച്ച സ്ഥലമാണ് ചാലക്കുടി. ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇരുന്നിട്ടുണ്ട്. ഏകദേശം 16-ലധികം സഭകൾ സ്ഥാപിക്കുവാൻ ശുശ്രൂഷയിലായിരിക്കാനൊക്കെയും ഈ കഷ്ടതയുടെ നടുവിൽ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അനേകർക്ക് ആശ്വാസമായിരിക്കാൻ എനിക്ക് ദൈവം തന്ന സൗഖ്യം, എന്റെ ജീവിതത്തിൽ എന്നെ നടത്തിയ കഷ്ടതകൾ ഹല്ലേലൂയ റോട്ടിൽ കൂടി വിശന്നു പോയ സമയത്ത് വാഹനത്തിന് അകത്തുനിന്ന് ഹല്ലേലൂയ ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്തു നിന്ന് ഒരു പൊതി ആഹാരം ഞങ്ങൾ നടന്നുപോയി ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മുൻപിൽ വീണ് കഴിച്ച അനുഭവങ്ങളൊക്കെ ചാലക്കുടിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മക്കളെ ആ പേരങ്ങനെ തന്നെ കിടക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ ഏബൽ മാർട്ടിൻ എന്ന കുഞ്ഞിനെ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ട് പരദേശികളായി ഞങ്ങൾ ഇന്നും സ്വന്തമായിട്ട് ഭവനമില്ല. ഞാൻ വിചാരിക്കുന്നത് ഓരോ സ്ഥലത്തും പാർക്കുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം ഞാനൊരു അനുഗ്രഹമാണ്. സ്തോത്രം, ഞാനും എൻ്റെ കുടുംബവും ഒരു അനുഗ്രഹമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ മാസവും എൻ്റെ ഭവനത്തിൽ 3 ദിവസം 7 ദിവസം ഒക്കെയും പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് പോലെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാറുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയിലൊക്കെയും അനേക സ്ഥലങ്ങളിൽ നിന്ന്, സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ അനേക കുഞ്ഞുങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് ബന്ധിക്കപ്പെട്ട അനേക കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എന്നോട് കൂടെ നിർത്തി അത് സൗഖ്യം കിട്ടുന്നത് വരെയും ഞാൻ പാർക്കുന്ന പരദേശിയെ പാർക്കുന്ന വാടക ഭവനത്തിൽ വെച്ച് പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ട് ഈ ഏബൽ മാർട്ടിനെ കൊണ്ടുവന്നു. അവന്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരി കുടുംബവും എല്ലാം കടന്നു വന്ന് ഹല്ലേലൂയ ഈ മാർട്ടിൻ എന്ന് പറയുന്ന സഹോദരന്റെ സഹോദരി ഷൈനി സിബി കടന്നു വന്നു. അവരുടെ മകളാണ് സോന. ഇവരെല്ലാം കടന്നു വന്നു. ഇവർക്ക് ദൈവം ഈ സോന എന്ന് പറയുന്ന കുഞ്ഞിന് ദൈവം സൗഖ്യം നൽകി. അങ്ങനെ ഈ ഏബൽ മാർട്ടിനെ അവിടെ നമ്മുടെ ഭവനത്തിലാക്കി 7 ദിവസം 21 ദിവസം പല ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ നിർത്തി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുമ്മനാടുള്ളതായിരിക്കുന്ന അലക്സ് പീറ്റർ എന്ന് പറയുന്ന ഒരു മോനെയും ദൈവം എനിക്ക് തന്നു. ഇതൊരു സാക്ഷ്യമായിട്ട് ഇതിനകത്ത് നിൽക്കട്ടെ. ആ കുട്ടി ആ സമയത്ത് പത്തനംതിട്ട ജയിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞാണ്. എന്നാൽ അവന് യാതൊരു തരത്തിലും പുറത്തു വരുവാൻ കഴിയാത്ത ഒരു കേസിനകത്ത് അകപ്പെട്ട്
ബന്ധപ്പെട്ട് അവനെ ചാപ്പയടിച്ച് തിരുവനന്തപുരം പൂച്ചപ്പുരയിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെയും ആ ദൈവം എന്റെ കരത്തിൽ തരുവാനിടയായി. ഏബൽ മാർട്ടിനും അലക്സ് പീറ്ററും എന്റെ ഭവനത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളും, ഒരാള് ക്രിമിനൽ, ഒരാള് മാനസിക വിഭ്രാന്തിയുള്ള, ഇങ്ങനെ മറ്റു കുഞ്ഞുങ്ങളും ഉണ്ട്. ആ സമയത്ത് ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഞാൻ ചുരുക്കി പറയട്ടെ, ഈ രണ്ട് കുഞ്ഞുങ്ങളും അവർ 2ാമത്തെ വർഷം BTH ബൈബിൾ കോളേജിൽ, ഒരാൾ തിരുവല്ലയിൽ പഠിക്കുന്നു, ഒരാൾ ആലുവ ഡൂലോസ് ബൈബിൾ കോളേജിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും സുബോധമുള്ളവരായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കുടുംബമായി അവർ കർത്താവിന്റെ സന്നിധിയിൽ അവരിലൂടെ അനേകർ ദൈവത്തിൽ വരുന്നു. ഏബൽ മാർട്ടിൻ എന്ന് പറയുന്ന കുഞ്ഞിലൂടെ ആ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു സഭ സ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ദൈവം ഉപയോഗിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം തിരുവെഴുത്ത് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്തിനെന്നറിയാമോ? പോയി ഫലം കായ്ക്കുവാൻ. ദൈവമക്കളെ, നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ച് വേർതിരിച്ചത് വെറുതെ ഇരിക്കുവാനല്ല, കൈകൊട്ടി പാടി ഇരിക്കുവാനല്ല, അന്യഭാഷ പറഞ്ഞ് ഇരിക്കുവാനല്ല. ഈ പുതുവർഷത്തിൽ ദൈവമക്കളെ നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ആ ക്യാൻസർ എന്ന രോഗത്തിനകത്തു നിന്ന് ദൈവം എനിക്ക് സൗഖ്യം തരുവാൻ ഒരു കാരണമുണ്ട്. എന്റെ ഭർത്താവ് പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നു. അദ്ദേഹം പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നു. കർത്താവിന്റെ സന്നിധിയിൽ അദ്ദേഹം ദൈവോധനം പഠിക്കുവാൻ 3 വർഷക്കാലം അദ്ദേഹം ദൈവോധനം പഠിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത്. അത് ഇതിന്റെ മധ്യത്തിൽ ഞാൻ വിട്ടുപോയി പറയുവാനായിട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ആ ദൈവദാസനോട് ചേർന്ന് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ അത് പിന്നെയും ഒന്നും നിർത്തുവാൻ ഇടവരുത്താതെ ഇന്നുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏബൽ മാർട്ടിൻ എന്ന് പറയുന്ന കുഞ്ഞിലൂടെ ആ വനത്തിനുള്ളിൽ ഒരു പ്രവർത്തനം തുടങ്ങുവാൻ അനേക സഭകൾ, സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെയും അവിടെയുണ്ട്. എന്നാൽ അതിന്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായിരിക്കുന്ന ഫേബയെ പോലെ സ്വർഗത്തിലെ ദൈവം എന്നെ ആ ദേശത്ത് മാനിച്ചു. 2024 സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ ന്യൂ പെട്ര മിഷൻ 316 എന്ന് പറയുന്ന ഒരു ദൈവസഭ സ്ഥാപിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. 13 കുടുംബങ്ങൾ ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചു. കഴിഞ്ഞ വർഷം 9 പേര് സ്നാനപ്പെട്ടു. മൊത്തം 25 പേര്. ഹല്ലേലൂയ. 2024 23 ലാസ്റ്റ് 25 ഈ കാലഘട്ടത്തിലൊക്കെയും അനേക സ്നാനങ്ങൾ നടന്നു. 25 പേരോളം സ്നാനപ്പെട്ട് ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തിമോത്തിയോസ് പറയുന്നത് പോലെ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സകലവിധ ഉപദ്രവങ്ങളും ഉണ്ടാകും. ഒരുപാട് ഉപദ്രവങ്ങൾ, ഒരുപാട് ഇപ്പോഴും അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിലൂടെ സുവിശേഷത്തിന് വിരോധമായ പരിശോധനകൾ എന്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് ശുശ്രൂഷകനായി അവിടെ നിയോഗിച്ചു. ആ പൈതലിനോട് ചേർന്ന് ഞാനും അവിടെ ക്രിസ്തുവിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, അവിടെ എന്നെ ദൈവം ശുശ്രൂഷക്കാരിയാക്കിയപ്പോൾ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ആലയം പണിയുവാൻ 850 സ്ക്വയർ ഫീറ്റിലുള്ള ഒരാലയം പണിയുവാൻ, 2 ബെഡ്റൂം ഹാള്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ. ഞാനിത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വളരെ വലുതാണ്. ഈ സൂമിൽ പലരും ചിലപ്പോൾ ഈ സാക്ഷ്യത്തിന് പങ്കാളികളായിട്ടുള്ളവരുണ്ടാകാം. ലിൻഡാൻഡി, എനിക്ക് ഇതിനകത്ത് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട അതുപോലെ നമ്മുടെ അക്സ പീറ്റർ ഒക്കെയും കർത്താവിന്റെ വേലയിൽ ഒരുപാട് കൈത്താങ്ങി അവിടെ ഒരു ആലയം ഉയർന്നു. ന്യൂ പെട്ര മിഷൻ 316 എന്നാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ ബ്ലെസൻ ചെറിയാൻ ഞങ്ങളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും അവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വേഗത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞത് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇന്നും ഹല്ലേലൂയ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. മനസ്സോടെയല്ലല്ലോ യഹോവ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്നെ മഹാദൈക്യത്വവണ്ണം നമ്മോട് കരുണ തോന്നുന്ന ഒരു ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ. എന്റെ കഷ്ടതയുടെ നടുവിലൊക്കെ ഇന്നും എനിക്ക് ഒന്നും പരാജയം എന്ന് പറയുവാൻ എന്റെ ജീവിതത്തിലില്ല.
ഒരു കഷ്ടതയും എന്നെ താഴ്ത്തി കളഞ്ഞില്ല. ഒരു കഷ്ടതയും പിന്മാറ്റത്തിലേക്ക് പോകാൻ ഇടവന്ന് വരുത്തിയില്ല. പലപ്പോഴും സങ്കടപ്പെട്ട് ഏലിയാവ് ചോദിച്ചതുപോലെ മരിച്ചാൽ മതിയെന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ ഒത്തിരി പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ഈ ശുശ്രൂഷ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഏകയായി നിന്ന് പോരാടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഒരു വിധവ എന്നുള്ള പേര് കൂടി ഉള്ളത് കൊണ്ട് ഒത്തിരി പരിശോധനകളുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും നടത്തുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ഇന്ന് ക്രിസ്തുയേശുവിൽ ഭക്തിയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെയുണ്ട്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക ഹല്ലേലൂയ മക്കളുണ്ട്. എന്റെ മാതാവുണ്ട്, പിതാവുണ്ട്, എന്റെ സഭയുണ്ട്. സഭയിലെ മക്കളെല്ലാം വളരെയധികം ആന്റിയമ്മ എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം, ആന്റിയമ്മ പാസ് എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും അവര് ഞങ്ങളെ കരുതുന്നു. അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവമക്കളെ, ഒരു കഷ്ടതയ്ക്ക് നമ്മളെ മുക്കിക്കളയാൻ പറ്റത്തില്ല. ഒരു കഷ്ടതയും നമ്മൾ അനുവദിക്കാതെ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ മാറിപ്പോൻ അനുവദിക്കത്തില്ല. ഇന്നും കഷ്ടതയുടെ മധ്യത്തിൽ കൂടിയാണ് 2026 ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ ആ കഷ്ടതയാണ്, തിരമാലയാണ് നമ്മളെ ഹല്ലേലൂയ നമ്മെ അക്കരെ എത്തിക്കുന്നത്. തിരമാല ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തുഴയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഒരുപാട് നമ്മൾ തുഴയേണ്ടതായിട്ട് വരും. ഈ കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഹല്ലേലൂയ ആയിരിക്കുന്ന ദൈവമക്കളെ, എനിക്ക് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിങ്കൽ നിങ്ങളോട് പറയുവാനുള്ളത്, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കുകൾ, കൽപ്പനകൾ, ചട്ടങ്ങൾ പ്രമാണിച്ചാൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. ദേശത്തിലെ നന്മ അനുഭവിക്കും. പട്ടണത്തിലെ നന്മ അനുഭവിക്കും. പല രീതിയിൽ ദൈവം നമ്മെ സ്വർഗത്തിലെ സകലവിധ ആത്മീകമായ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. ഇങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും, പ്രത്യേക ലിൻഡാൻഡിയോട് ഹല്ലേലൂയ. എക്സമോളാണ് എനിക്ക് അതിന്റെ ഇത് അയച്ചു തന്നത്. അതുകൊണ്ട് ഞാനത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എക്സമോളെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി പറയുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുവാൻ പറ്റിയുള്ളൂ എങ്കിലും ഞാൻ വിചാരിക്കുന്നു ഈ പുതുവർഷത്തിലും കഷ്ടത നിങ്ങളെ പിൻപറ്റാം. ഹല്ലേലൂയ. വേദനകൾ, മരണം, പട്ടിണി, ജോലിയില്ലാത്ത അവസ്ഥകൾ, വാക്തത്വങ്ങൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ, പ്രതിസന്ധികൾ കടന്നു വരുന്ന അവസ്ഥകൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, തിരമാലകൾ, ഒന്നുകൻ ഞാൻ പറയുന്നു, പ്രതികൂലങ്ങൾ ഇനി കുറഞ്ഞു പോകത്തില്ല കേട്ടോ. പ്രതികൂലങ്ങൾ വർദ്ധിക്കും. അവിടെയും മനസ്സോടെ അല്ലല്ലോ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്നെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് കർത്താവ് എന്നേക്ക് തള്ളിക്കളയുകയില്ലല്ലോ. ഈ പുതുവർഷത്തിൽ എനിക്ക് പറയുവാനുള്ളത്, അതെ, കർത്താവ് എന്നേക്ക് തള്ളിക്കളയുകയില്ലല്ലോ. ഞാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് സൂമിലേക്ക് കർത്താവിനെ ക്ഷണിച്ച ദൈവദാസനെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സൂമിൽ കർത്താവെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവരെ ഇത്രത്തോളം സമയം ഉപയോഗിച്ചല്ലോ, എല്ലാത്തിനും നന്ദി പറയുന്നു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനത്തോളം യഹോവയുടെ ദൃഷ്ടി ഞങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഇരിക്കണമേ. ജോഷുവയോട് പറഞ്ഞതുപോലെ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും ഒരിക്കലും നിന്റെ നേരെ നിൽക്കയില്ല. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതെ, എല്ലാവരോടും കൂടെ കർത്താവ് ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.